ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊഫഷണൽ സ്കിൽസിനെ കുറിച്ചാണ്. തൊഴിൽപരമായിട്ടുള്ള ചില കഴിവുകളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുവാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പ്രൊഫഷൻ എന്താണെന്നും പ്രൊഫഷണലിസം എന്നാൽ എന്താണെന്നും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ? പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫോർമലായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ആവശ്യമായിട്ടുള്ള ഒന്നാണേത് പ്രൊഫഷൻ എന്നുള്ളത്. ഔപചാരികമായ വിദ്യാഭ്യാസത്തിലൂടെ, ഫോർമൽ എഡ്യൂക്കേഷനിലൂടെ, ഫോർമൽ ക്വാളിഫിക്കേഷനിലൂടെ ഔപചാരികമായ യോഗ്യതകൾ നേടിക്കൊണ്ടുള്ള ഒന്നാണ് പ്രൊഫഷൻ എന്നറിയപ്പെടുന്നത്. മാത്രമല്ല അവിടെ ട്രെയിനിങ് ഉണ്ടാകും. പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പർ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാകും, പരിശീലനം ഉണ്ടാകും. ഇതിലൂടെയൊക്കെ ഉണ്ടാകുന്ന ഒരു ജോലിയാണ്, ഒരു വർക്കാണ് ഏത് പ്രൊഫഷൻ എന്നറിയപ്പെടുന്നത്. തൊഴിൽപരമായിട്ടുള്ള കഴിവ് ഒരാൾക്കുണ്ടാവും. അതിന് നമ്മളെന്ത് പറയും? അതിന് നമ്മൾ പറയുന്നതാണ് ഏത് പ്രൊഫഷണലിസം എന്നുള്ളത്. തൊഴിൽപരമായിട്ടുള്ള കഴിവിനെയാണ് നമ്മൾ പ്രൊഫഷണലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊഫഷണൽ സ്കിൽസിനെ കുറിച്ചാണ്. ഓക്കെ, പ്രൊഫഷണൽ സ്കിൽസ് എന്തെല്ലാമാണ് ഒരു പ്രൊഫഷണലായിട്ടുള്ള വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട സ്കില്ല്, കഴിവുകൾ എന്താണ്, അയാളുടെ കാപ്പബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു രോഗിയെ പരിശോധിക്കുവാനും ആ രോഗിയുടെ രോഗത്തെ ഡയഗ്നോസ് ചെയ്യുവാനുള്ള ഒരു സ്കിൽ ഉണ്ടായിരിക്കണം. ഒരു ലോയറെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ വാദിക്കുവാനും നിയമം കൃത്യമായി പഠിച്ച് അതിലൂടെ നീതി നേടിക്കൊടുക്കുവാനും സാധിക്കണം. അതുപോലെ തന്നെ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചർക്ക് ഒരു കാര്യത്തെ പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള കഴിവുണ്ടായിരിക്കണം. സോ ഇതെല്ലാം അവരവരുടെ പ്രൊഫഷണൽ സ്കിൽസാണ്. ഒരു പ്രൊഫഷന് ഉണ്ടായിരിക്കേണ്ട സ്കില്ല് മറ്റൊരു പ്രൊഫഷന് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ജോലിക്കും ജോലിയുടെ സ്വഭാവത്തിനുമൊക്കെ അനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യും, പ്രൊഫഷണൽ സ്കിൽസിന് മാറ്റമുണ്ടാകും എന്നുള്ളത് ഓർത്തു വെക്കുക. പ്രൊഫഷണൽ സ്കിൽസ് ആർ ഡിപ്പെൻഡ് ഓൺ ജോബ് പൊസിഷൻ, എഡ്യൂക്കേഷൻ, ഡിഗ്രി ആൻഡ് ബിസിനസ് ഫീൽഡ്. പ്രൊഫഷണൽ സ്കില്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ജോബ് പൊസിഷൻ, ഒരു ജോലിയുടെ സ്ഥാനത്തിനനുസരിച്ചുകൊണ്ട്, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിനനുസരിച്ചുകൊണ്ട്, അതുപോലെ ഡിഗ്രിക്കനുസരിച്ചുകൊണ്ട്, അതുപോലെ ബിസിനസ് ഫീൽഡ് ഇതിനൊക്കെ അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യും, പ്രൊഫഷണൽ സ്കില്ല് മാറ്റമുണ്ട് എന്നാണ് പറയുന്നത്. ജോബ് പൊസിഷൻ, ഒരു ടെക്നിക്കലി നോളജ് ആയിട്ടുള്ള ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജോബ് പൊസിഷൻ അനുസരിച്ചുകൊണ്ട് അയാൾക്ക് അതിന് വേണ്ട പ്രൊഫഷണൽ സ്കിൽസ് വേണം. ഒരു സൂപ്പർവൈസർ എടുക്കുക, സൂപ്പർവൈസർക്ക് ഉണ്ടായിരിക്കേണ്ട സ്കില്ല് സൂപ്പർവൈസിങ് സ്കില്ലാണ്. സോ അയാളുടെ ജോബ് പൊസിഷൻ അനുസരിച്ചുള്ള സ്കില്ലായിരിക്കണം അയാൾക്കുണ്ടാവേണ്ടത്. മാനേജറെ സംബന്ധിച്ചിടത്തോളം മാനേജ് ചെയ്യുന്നതിനുള്ള കഴിവാണ് അയാൾക്ക് വേണ്ടത്. സോ അയാളുടെ ജോബ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. സോ ജോബ് പൊസിഷൻ അനുസരിച്ചുകൊണ്ട്, അതുപോലെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് കൊണ്ടുള്ള, എഡ്യൂക്കേഷൻ അനുസരിച്ച് കൊണ്ടുള്ള എന്ത് ചെയ്യണം, സ്കില്ലുണ്ടാവണം. ഓക്കെ, ഒരു ഡിഗ്രി, PG, അതുപോലെ PhD ഇങ്ങനെയൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് അവരുടെ എഡ്യൂക്കേഷൻ അനുസരിച്ച് കൊണ്ടുള്ള ഒരു സ്കില്ലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡിഗ്രി പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ പഠിക്കുന്ന പഠന നിലവാരത്തിനനുസരിച്ചുകൊണ്ട്. അതുപോലെ ബിസിനസ് ഫീൽഡ്, നമ്മൾ ഏത് ബിസിനസ് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഫഷണൽ സ്കിൽ ഉണ്ടായിരിക്കണം. അതായത് ഹോട്ടൽ ബിസിനസ്, റെസ്റ്റോറൻറ്റ്സ് നടത്തുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള സ്കില്ലുണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മറ്റെന്തെങ്കിലും ജോലികളിൽ ഏർപ്പെടുന്ന സ്റ്റേഷനറി കടകൾ, അതുപോലെയുള്ള ബിസിനസ്സുകൾ നടത്തുന്ന ആളുകൾ, ട്രേഡിംഗ് നടത്തുന്ന ആളുകൾ, സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് നടത്തുന്ന ആളുകൾ, ഇവർക്കൊക്കെ അവരവരുടേതായിട്ടുള്ള പ്രൊഫഷൻ്റെ സ്കില്ലുകളാണ് ഉണ്ടായിരിക്കേണ്ടത്. സോ നമ്മളിവിടെ പ്രധാനമായിട്ടും ജനറലി ഒരാൾക്കുണ്ടായിരിക്കേണ്ട, ഒരു പ്രൊഫഷണൽ പേഴ്സൺ ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകൾ ഏതൊക്കെയാണ് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ആശയവിനിമയത്തിനുള്ള കഴിവ് ഒരു പ്രൊഫഷണൽ പേഴ്സൺ ഉണ്ടായിരിക്കണം. എ പ്രൊഫഷണൽ പേഴ്സൺ മസ്റ്റ് ഹാവ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി. ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ ആളുകളുമായിട്ട് ആശയവിനിമയം നടത്തുവാൻ, സംസാരിക്കുവാനൊക്കെയുള്ള ഒരു കഴിവ് ഒരു പ്രൊഫഷണൽ പേഴ്സൺ ഉണ്ടായിരിക്കണം. അതിലൂടെ മാത്രമേ എന്തിനു സാധിക്കുകയുള്ളൂ, ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ എസെൻഷ്യൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ പൊസിഷൻ ഇൻ ലൈഫ്. ഒരു വ്യക്തി ഏത് സ്ഥാനത്താണ് പ്രവർത്തിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ഘടകമല്ല. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ബേസിക്കായി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് 5 കോമ്പണൻറ്റ്. ഒരു വിജയകരമായിട്ടുള്ള ഒരു ആശയവിനിമയ രീതിയിൽ 5 ഘടകങ്ങളാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്.
ഒന്നാമത്തേതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു ദ എബിലിറ്റി ടു സ്പീക്ക് ക്ലിയർലി ആൻഡ് കൺസൈസ്ലി. ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ഏറ്റവും വ്യക്തമായിട്ട് സംസാരിക്കുവാനുള്ള കഴിവാണേത് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ഇൻക്ലൂഡ് ദ കപ്പാസിറ്റി ടു എക്സിബിറ്റ് പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജും ശരീരഭാഷയും അതുപോലെ ഫേഷ്യൽ എക്സ്പ്രഷനും മുഖഭാവവും നൽകുന്നതിന് എക്സിബിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു കപ്പാസിറ്റിയാണ് ഇത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തേർഡ് വൺ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ഓറൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് ഓഡിയോ, അല്ലേ, സൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്. ഓറൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ എബിലിറ്റി ടു ലിസൺ ടു ആൻഡ് ആക്ച്വലി ഹിയർ വാട്ട് അതേഴ്സ് ആർ സെയിങ്. എബിലിറ്റി ടു ലിസൺ, മറ്റുള്ളവരെ ശ്രവിക്കുവാൻ, മറ്റുള്ളവരിൽ നിന്നും കേൾക്കുന്നതിനെ ലിസൺ ചെയ്യുവാനുള്ള, അല്ലേ, കേൾക്കുവാനുള്ളൊരു എബിലിറ്റിയാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. മറ്റുള്ളവരെന്താണോ പറയുന്നത് അത് കേൾക്കുവാനുള്ള ഒരു കഴിവാണ് ഓറൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. പിന്നീട് വരുന്നതാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് സ്കിൽ ഇൻ കമ്പോസിങ് ടെക്സ്റ്റ് മെസ്സേജ്, റിപ്പോർട്ട് ആൻഡ് അതർ ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റ്. ഒരു ടെക്സ്റ്റ് മെസ്സേജ് പ്രിപ്പയർ ചെയ്യുന്നതിന്, ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന്, അതുപോലെയുള്ള മറ്റ് ഡോക്യുമെൻറ്റുകൾ, ആനുവൽ റിപ്പോർട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കഴിവിനെയാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള കഴിവുകളാണ് വേണ്ടത്. അവസാനമായിട്ട് പറയുന്നത് വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ എബിലിറ്റി ടു റിലേ ഇൻഫോർമേഷൻ യൂസിങ് പിക്ചർ ആൻഡ് അതർ വിഷ്വൽ എയ്ഡ്. പിക്ചർ അതുപോലെയുള്ള മറ്റ് വിഷ്വൽ എയ്ഡുകൾ, വീഡിയോ, മറ്റുള്ളവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇൻഫോർമേഷനെ പാസ് ചെയ്യുവാനുള്ള കഴിവാണ് ഇത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത്. സോ ദീസ് ആർ ദി 5 കോമ്പണൻസ് ഓഫ് സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ. വിജയകരമായ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ 5 കോമ്പണൻസുകളാണ് ഇത്. അടുത്തതാണ്, രണ്ടാമത്തേതാണ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് എന്നുള്ളത്. തീരുമാനമെടുക്കുവാനുള്ള കഴിവ്. എ പ്രൊഫഷണൽ പേഴ്സൺ ഷുഡ് ഹാവ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് ഉണ്ടായിരിക്കണം. തീരുമാനമെടുക്കുവാനുള്ള കഴിവ് ഒരു പ്രൊഫഷണൽ പേഴ്സൺ ഉണ്ടായിരിക്കണം. ദീസ് ആർ ദി എബിലിറ്റീസ് ദാറ്റ് ക്യാൻ ബി എ ലേണർ ആൻഡ് ഇംപ്രൂവ്ഡ്. എന്ത് ചെയ്യണം? ലേണർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു എബിലിറ്റിയാണ്, അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു എബിലിറ്റിയാണ്, അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. We have to make choice from any alternative or many alternatives ranging from simple choice. Might right decision in business and work is one of the best quality. ശ്രദ്ധിക്കേണ്ട കാര്യം, ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിസിഷൻ മേക്കിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഡിസിഷൻ മേക്കിംഗ്, തീരുമാനമെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. There are so many alternatives or choices while taking decisions. ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് നമ്മുടെ മുന്നിലുണ്ടാവും, ഒരുപാട് ചോയ്സുകൾ നമ്മുടെ മുന്നിലുണ്ടാവും. വി വാണ്ട് ടു സെലക്ട് ദ ബെസ്റ്റ് വൺ. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നിനെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സോ ഡിസിഷൻ മേക്കിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്കിൽ നീഡഡ് ഫോർ എ പ്രൊഫഷണൽ പേഴ്സൺ. തേർഡ് വൺ, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നതിനുള്ള സ്കിൽ, ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള സ്കില്ല്, അതിനുള്ള കഴിവുണ്ടായിരിക്കണം. പ്രശ്നത്തെ പരിഹരിക്കുന്നതിനുള്ള കഴിവ്. പ്രോബ്ലംസ് ആൻഡ് ബ്ലോക്സ് ആർ പാർട്ട് ഓഫ് എ ജോബ്. ഒരു ജോലിയുടെ ഭാഗമാണേത് പ്രോബ്ലംസ്, ബ്ലോക്സ് ഒക്കെ എന്ന് പറയുന്നത്. The ability to use knowledge to find the answer to pressing the problem and formulate workable solution is an essential for business success. ഒരു ബിസിനസ് വിജയമാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പ്രശ്നത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിന് നിലവിലെ അറിവുകൾ വെച്ചിട്ട് എന്ത് ചെയ്യുക? അതിന് ഒരു വർക്കബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തുകയും വേണം. സോ എ പ്രൊഫഷണൽ പേഴ്സൺ ഷുഡ് ഹാവ് ദി സ്കിൽ ഓഫ് പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലം സോൾവിങ്ങിനുള്ള സ്കിൽ ഉണ്ടാവണം. ദർ ആർ സോ മെനി ഗ്രീവൻസസ് ആൻഡ് ഡിസ്പ്യൂട്ട്സ്. ഒരുപാട് ഗ്രീവൻസസിനും ഡിസ്പ്യൂട്ട്സിനുമുള്ള സാധ്യതകൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഏതൊരു സാഹചര്യത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ആ പ്രശ്നങ്ങളെല്ലാം ശരിയായ രീതിയിൽ പരിഹരിക്കുവാനുള്ളൊരു സ്കിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നാലാമത്തേതാണ് ലീഡർഷിപ്പ് സ്കിൽ എന്നുള്ളത്. ലീഡർഷിപ്പ്, നയിക്കുവാനുള്ള, ആളുകളെ നയിക്കുവാനുള്ള ഒരു സ്കിൽ ഉണ്ടാവുക എന്നുള്ളത്. എഫക്റ്റീവ് ലീഡർഷിപ്പ് സ്കിൽ ആസ് ദി കോമ്പിനേഷൻ ഓഫ് മെനി എബിലിറ്റി ലൈക്ക് എബിലിറ്റി ടു ലീഡ്, ടു മോട്ടിവേറ്റ്, ടു ഇൻസ്പയർ, ടു ക്രിയേറ്റ് എക്സെട്ര. ഒരുപാട് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ത് ചെയ്യണം? നയിക്കാൻ സാധിക്കണം, ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കണം, ആളുകളെ ഇൻസ്പയർ ചെയ്യുവാൻ സാധിക്കണം. അത്തരത്തിലൂടെ എന്ത് ചെയ്യുക? ഒരു ആളുകളെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഇനീഷ്യേറ്റ് ചെയ്യിക്കുവാൻ സാധിക്കണം. ഇതൊക്കെയാണ് ലീഡർഷിപ്പ് സ്കില്ലിൽ വരുന്നത്. അടുത്തതാണ് ഇന്റർപേഴ്സണൽ സ്കിൽ എന്നുള്ളത്. ഇന്റർപേഴ്സണൽ സ്കിൽ ആർ പീപ്പിൾ സ്കിൽ ആർ ഇൻക്ലൂഡ് ദ എബിലിറ്റി ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ്, ഡെവലപ്പ് റാപ്പോർട്ട് ആൻഡ് യൂസ് ഓഫ് ഡിപ്ലോമസി, ടോളറൻറ്റ്, എംപതി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഹ്യൂമൻ റിസോഴ്സസ്,
ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഇൻ ബിസിനസ്. ഒരു ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഏത്? മാനുഷിക വിഭവം എന്നുള്ളത്, അഥവാ ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ളത്. സോ ഹ്യൂമൻ ബീയിങ്സ് ആർ ഡിഫറെൻറ്റ് ഇൻ ദെയർ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ എക്സെട്ര. ഓരോ ഇൻഡിവിജ്വൽസും, ഓരോ മനുഷ്യനും എന്താണ്? വ്യത്യസ്തമായ സ്വഭാവമുള്ള ആളുകളാണ്. സോ വി നീഡ് ടു മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ഓൾ ദി ഹ്യൂമൻ റിസോഴ്സസ്, ഓൾ ദി പീപ്പിൾ. എന്ത് ചെയ്യണം? അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? എല്ലാ ഹ്യൂമൻ ബീയിങ്സുമായിട്ടും എല്ലാ ഇൻഡിവിജ്വൽസുമായിട്ടും നല്ലൊരു ബന്ധം നിലനിർത്തേണ്ടതുണ്ട്, നല്ലൊരു റാപ്പോർട്ട്, നല്ലൊരു റിലേഷൻഷിപ്പ് നിലനിർത്തേണ്ടതുണ്ട്, അല്ലേ? മാത്രമല്ല ഒരുപാട് എന്ത് ചെയ്യുക, നമുക്ക് ഡിപ്ലോമസിയിലൂടെ, ടോളറൻസിലൂടെയൊക്കെ എന്ത് ചെയ്യുക, എംപതിയിലൂടെയൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള സ്കില്ലാണ് ഇത് ഇന്റർപേഴ്സണൽ സ്കിൽ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ പറയാം, ഒരു മാനേജർ തൻ്റെ കീഴിൽ ജോലി എടുക്കുന്ന സബോർഡിനേറ്റ്സ്, അല്ലേ, കീഴെ ജോലി എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുമായിട്ട് എന്ത് ചെയ്യണം? നല്ലൊരു ബന്ധം സൃഷ്ടിക്കണം, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ എംപ്ലോയീസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. സോ എന്ത് ചെയ്യുക? അത്തരത്തിലുള്ള ഒരു സ്കില്ല്, ഇൻ്റർപേഴ്സണൽ സ്കില്ല് എന്ന് പറയുന്ന സ്കില്ല് ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ അടുത്തതാണ് ഓർഗനൈസേഷണൽ സ്കിൽസ് എന്നുള്ളത്. എ പ്രൊഫഷണൽ പേഴ്സൺ ആസ് ഏബിൾ ടു സ്റ്റേ ഓർഗനൈസ്ഡ് ആൻഡ് ഫോക്കസ് ഓൺ ദി പ്രോജക്ട്സ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഓർഗനൈസേഷണൽ സ്കില്ല് വേണം. ഒരു കാര്യത്തെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട്, കോഓർഡിനേറ്റ് ചെയ്തുകൊണ്ട് കൃത്യസമയത്തിനുള്ളിൽ തീർക്കുവാനുള്ള ഒരു ഓർഗനൈസേഷൻ സ്കിൽ എന്ന് പറയുന്ന സ്കില്ല് ഒരു പ്രൊഫഷണൽ പേഴ്സൺ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റ് സ്കില്ല്, ടൈം ബൗണ്ടായിട്ട് പ്രവർത്തിക്കുവാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. സമയനിഷ്ഠിതമായിട്ട് സമയത്തിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുവാനുള്ളൊരു കഴിവ് ഒരു പ്രൊഫഷണൽ പേഴ്സൺ ഉണ്ടായിരിക്കണം. With these qualities, a person can able to maintain a balance between his work, personal and family. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കുടുംബമുണ്ട്, അയാൾക്ക് ജോലിയുണ്ട്, അയാളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയുണ്ട്. സോ ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള സമയം, ഒരു ടൈം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്, ടൈം മാനേജ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. സോ ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ് ഇൻക്ലൂഡ് സെറ്റിംഗ് ഗോൾസ്. ടൈം മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം സെറ്റിംഗ് ഗോൾസ്. എന്തെല്ലാമാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ, എന്തെല്ലാമാണ് നമ്മുടെ പർപ്പസുകൾ, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ചെയ്യുക. പ്രിയോറിറ്റൈസ് ഗോൾസ്. എന്നിട്ട് ആ ഗോൾസിൽ എന്ത് ചെയ്യുക? ഏതിനാണോ മുൻഗണന കൊടുക്കേണ്ടത് അതിനനുസരിച്ച് കൊണ്ടൊരു മുൻഗണന തയ്യാറാക്കുക. അതിനനുസരിച്ച് ക്രിയേറ്റിംഗ് എ ഷെഡ്യൂൾ, കൃത്യമായിട്ടുള്ളൊരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക. മേക്കിംഗ് ലിസ്റ്റ്, അല്ലെ, വിഷ് ലിസ്റ്റ് പോലെയുള്ള, ടു ഡു ലിസ്റ്റ് പോലെയുള്ള ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. യൂസിങ് ഒപ്റ്റിമൈസേഷൻ ടൂളുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടൈം മാനേജ്മെൻറ്റ് സ്കിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് ടൈം മാനേജ്മെൻറ്റ് ചെയ്യുക. പ്രൊഫഷണൽ പേഴ്സൺസൊക്കെ ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുന്ന ആളുകളാണ്, അല്ലേ? ഫേമസ് എൻ്റർപ്രണേഴ്സ്, ഫേമസ് ബിസിനസ് അങ്ങനെയാണ്. അവരൊക്കെ എന്ത് ചെയ്യുക? ഒരു ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലേ? 4 AM ക്ലബ്ബ്, 5 AM ക്ലബ്ബ്, 6 AM ക്ലബ്ബ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡെയിലി റുട്ടീൻ പാറ്റേൺ ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഇവരൊക്കെ. സോ അങ്ങനെ ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആളുകളാണ്. സോ പ്രൊഫഷണൽ പേഴ്സൺ ഷുഡ് ഹാവ് ദി ടൈം മാനേജ്മെൻറ്റ് സ്കിൽ. അടുത്തതാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കിൽസ്. ഡീലിംഗ് വിത്ത് സ്ട്രെസ് ഈസ് എ ക്രൂഷ്യൽ എബിലിറ്റി ഓഫ് എ പ്രൊഫഷണൽ. ഒരു പ്രൊഫഷണലുടെ ഏറ്റവും കാര്യമായിട്ടുണ്ടായിരിക്കേണ്ട ഒരു കഴിവാണ് ഏത്? ഡീലിംഗ് വിത്ത് സ്ട്രെസ് ഓർ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. ഇൻ എ ബിസിനസ് ഓർ ഇൻ എനി ഓർഗനൈസേഷൻ, ഇൻ എനി കണ്ടീഷൻ, എ പേഴ്സൺ ഹാവ് എ ചാൻസ് ഫോർ ബീങ് സ്ട്രെസ്സാവാനുള്ള മാനസിക സമ്മർദ്ദത്തിൽ ഏർപ്പെടാനുള്ള സാധ്യതകൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാഹചര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സോ എന്ത് ചെയ്യണം? ഒരു സ്ട്രെസ്സിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു കഴിവ് ഒരു പ്രൊഫഷണൽ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. എ ഗുഡ് പ്രൊഫഷണൽ നെവർ അലോ സ്ട്രെസ് ടു ഇൻഫ്ലുവൻസ് ഹിസ് ജോബ് ആൻഡ് ടാസ്ക്. നല്ല ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യുക? അയാൾ ഒരിക്കലും അനുവദിക്കില്ല സ്ട്രെസ്സിനെ എന്ത് ചെയ്യുക? അയാളുടെ ജോലിയിലോ അയാളുടെ ജീവിതത്തിലോ അയാളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുവാൻ അയാൾ സമ്മതിക്കില്ല എന്നുള്ളതാണ്. സോ ഇതാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കില്ല്. സോ സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കില്ല് ഒരു പ്രൊഫഷണൽ പേഴ്സണ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ ടീം വർക്ക്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്രീഷിയേറ്റ് ദ വാല്യൂ ഓഫ് ജോയിനിങ് ഫോഴ്സസ് ആൻഡ് വർക്കിംഗ് ആസ് എ ടീം വിത്ത് അതേഴ്സ് ടു അക്കംപ്ലിഷ് ദി കമ്പനി ഗോൾ അക്കംപ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ ഏത് തരത്തിലുള്ള സ്ഥാപനമാണെങ്കിലും എനി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഹാസ് ദി കമ്പനി ഗോൾ ഓർ എ ഗ്രൂപ്പ് ഗോൾ or a common goal for the purpose of accomplishing the common goal. It is important to work as a team.
ഒരു ടീമായിട്ട് വർക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ ടീം വർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം ഒരു പ്രൊഫഷൻ എപ്പോഴും ചെയ്യേണ്ടത്. സോ അടുത്തതാണ് വർക്ക് എത്തിക് എന്നുള്ളത്. എംപ്ലോയീസ് ആർ എക്സ്പെക്റ്റഡ് ടു ബി റെസ്പോൺസിബിൾ ആൻഡ് ഡു ദി ജോബ് മാക്സിമം ഫോർ ദേ ആർ ഗെറ്റിംഗ് paid to do, which includes being punctual when arriving at work, meeting deadlines, and make sure that the work is error-free. വർക്ക് എത്തിക്കലായിട്ട് ധാർമ്മികപരമായിട്ട് ഒരു തൊഴിൽ ചെയ്യുന്ന ആളായിരിക്കണം ഒരു എംപ്ലോയി, ഒരു പ്രൊഫഷണൽ പേഴ്സൺ എന്നുള്ളത്. കൃത്യസമയത്ത് ജോലിക്ക് ഹാജരാവണം, കൃത്യസമയത്ത് ജോലി തീർക്കണം, എറർ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക, തെറ്റുകളൊന്നും വരുത്താത്ത രീതിയിൽ ജോലി ചെയ്ത് തീർക്കണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് വർക്ക് എത്തിക്സ് എന്നുള്ളത്. സോ വർക്ക് എത്തിക്കലി എന്ത് ചെയ്യേണ്ടതുണ്ട്, വർക്ക് ചെയ്യേണ്ടതുണ്ട്, എത്തിക്കലി ഒരു ജോലി ചെയ്ത് തീർക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തതാണ് ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത്, അയവുള്ളത്. ഫ്ലെക്സിബിലിറ്റി അലോ പീപ്പിൾ ടു അഡോപ്റ്റ് സക്സസ്ഫുള്ളി ടു ചേഞ്ച് ദ സിറ്റുവേഷൻ ആൻഡ് എൻവയോൺമെൻറ്റിനനുസരിച്ച്, സിറ്റുവേഷൻ അനുസരിച്ചുകൊണ്ട് മാറുവാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം, ഈ പറയുന്ന പ്രൊഫഷണൽ പേഴ്സൺസിനുണ്ടായിരിക്കണം. പ്രൊഫഷണൽ ലേൺ ടു മോർ അഡാപ്റ്റബിൾ ആൻഡ് ഡെവലപ്പ് ഈസ് എബിലിറ്റി ടു കോപ്പ് എഫക്റ്റീവ്ലി വിത്ത് ദി ചേഞ്ച്. മാറ്റത്തിനനുസരിച്ചുകൊണ്ട് കാര്യക്ഷമമായ രീതിയിൽ മാറുവാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച്, നമ്മുടെ അന്തരീക്ഷത്തിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് മാറേണ്ടി വരും. സോ അത്തരത്തിൽ മാറുവാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം, ഒരു പ്രൊഫഷണൽ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. ദീസ് ആർ ദി മേജർ സ്കിൽസ്, പ്രൊഫഷണൽ സ്കിൽസ് മസ്റ്റ് ഹാവ് എ പേഴ്സൺ. ഒരു ആൾക്കുണ്ടായിരിക്കേണ്ട, ഒരു പ്രൊഫഷണൽ പേഴ്സൺ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ലുകളാണ്, പ്രൊഫഷണൽ സ്കില്ലുകളാണ്, കോമൺ സ്കില്ലുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓരോ പ്രൊഫഷൻ അനുസരിച്ച് കൊണ്ടും ശ്രദ്ധിക്കുക, ഓരോ പ്രൊഫഷൻ അനുസരിച്ച് കൊണ്ടും, ടീച്ചിങ് പ്രൊഫഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെയുള്ള അഡ്മിനിസ്ട്രേഷൻ പ്രൊഫഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബിസിനസ് പ്രൊഫഷൻ ആയിക്കോട്ടെ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം പർട്ടിക്കുലറായിട്ടുള്ള, പ്രത്യേകമായിട്ടുള്ള, സ്പെസിഫിക് ആയിട്ടുള്ള ചില സ്കില്ലുകൾ ഉണ്ടാവും. നമ്മളിപ്പോൾ പറഞ്ഞത് ഏതാണ്, പൊതുവായിട്ടൊക്കെ വരുന്ന കോമൺ ആയിട്ടുള്ള എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കുറച്ച് പ്രൊഫഷണൽ സ്കിൽസാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.